ഹലോ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രസ്സസ് ആണ്. അപ്പോൾ ട്രസ്സസ് എന്ന് പറഞ്ഞാൽ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും ഗേറ്റ് എക്സാംസിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വരുന്നതാണ്. അപ്പോൾ ട്രസ്സസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കേണ്ടതാണ്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ട്രസ്സസ്. ട്രസ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പാലമൊക്കെ പണിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ ലോഡ് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ സമയത്ത് അത് താങ്ങുന്ന കുറച്ച് മെമ്പേഴ്സിനെ നമുക്ക് ട്രസ്സസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ബീംസ് ഉണ്ട്. ബീംസ് ആണ് നമ്മുടെ ലോഡ് മുഴുവൻ താങ്ങി നിൽക്കുന്നത്. പക്ഷേ ബീംസിന് ഒരു പരിധിയുണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലോഡ് വരെ അത് താങ്ങാൻ പറ്റും. ട്രസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലോഡ്സ്, വെരി വെരി ഹൈ ലോഡ്സ്, അതായത് വെരി ഹൈ ലോഡ്സ് വിത്ത് ലെസ് ഡിഫ്ലക്ഷൻ കുറഞ്ഞുകൊണ്ട് നല്ല ലോഡുകൾ താങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ട്രസ്സസ്. ഇതൊന്നും ചോദിക്കത്തില്ല, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. രണ്ട് ടൈപ്പ് ട്രസ്സസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ മാറി നിൽക്കുന്ന ട്രസ്സസ്, 2D പ്ലെയിനിൽ മാറി നിൽക്കുന്ന നമുക്കൊരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രസ്സസ്, അതിനെ പ്ലെയിൻ ട്രസ്സസ് എന്ന് വിളിക്കും. എല്ലാ മെമ്പേഴ്സും സിംഗിൾ പ്ലെയിനിലായിരിക്കും. പിന്നെ ഒന്ന് സ്പേസ് ട്രസ്സസ്, മെമ്പേഴ്സ് ഡിഫറെന്റ് പ്ലെയിനിലായിരിക്കുന്ന ടൈപ്പ് 3D ട്രസ്സസുകളും നമുക്ക് അറിയാം. ഓക്കെ, നമ്മൾ ഒരു പ്ലെയിൻ ട്രസ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് അസംഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ അസംഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത് പ്രോബ്ലംസ്. എങ്ങനെയാണ്? എല്ലാ മെമ്പേഴ്സും എൻഡുകളിൽ മാത്രം കണക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ 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 ഒരു ട്രസ് ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ കണക്ഷൻസ് ഒക്കെ എൻഡുകളിൽ മാത്രമാണ് കണക്ഷൻസ് എന്നൊരു അസംഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻഡുകളിൽ മാത്രം. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിലും വീണ്ടും ഈ രണ്ട് എൻഡുകളിൽ മാത്രമാണ് കണക്ഷൻ ഉള്ളത്, ഇവിടെ കണക്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അസംഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അത് മനസ്സിലാക്കിക്കോളുക ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് എല്ലാ ജോയിന്റുകളും ഫ്രിക്ഷൻലെസ് പിൻ ജോയിന്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രിക്ഷൻ ഇല്ലാത്ത പിൻ ജോയിന്റ്, അതായത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോയിന്റുകളാണ് എല്ലാ ജോയിന്റുകളും. ബട്ട് ഫ്രിക്ഷൻ ഇല്ലാത്ത ജോയിന്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ കൂടുതൽ ഫോഴ്സ് ഒന്നും ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നില്ല, അത്രയേ ഉള്ളൂ ആ അർത്ഥം. ഇതൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ലോഡ്സ് ആർ ഒൺലി അപ്ലൈഡ് ജോയിന്റുകളിൽ മാത്രമാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ വരച്ച അതേ പടത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കൂല. ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഈ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത്, ഈ പോയിന്റ് ലോഡ് നമ്മളൊന്നുമില്ല. ജോയിന്റുകളിൽ മാത്രമേ നമുക്ക് ട്രസ്സിനകത്ത് ലോഡ് വരുന്ന പ്രോബ്ലംസ് വരത്തുള്ളൂ. ആൾ മെമ്പേഴ്സ് ഒൺലി ആക്സിൽ ഫോഴ്സ്, എല്ലാ മെമ്പേഴ്സിനും ആക്സിൽ ഫോഴ്സുകൾ മാത്രം. അതായത് ഇങ്ങനെ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ, മെമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെ നമുക്ക് മെമ്പർ എന്ന് വിളിക്കാം. ഇതിനൊക്കെ ഒരു മെമ്പറാണ്, എവനൊരു മെമ്പറാണെന്ന് പറയാം. ഈ മെമ്പറുകൾക്ക് എപ്പോഴും ഒന്നി കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ്, അല്ലാതെ ബെൻഡിങ് ഫോഴ്സോ ബെൻഡിങ് മൊമെന്റോ ഈ സെറ്റപ്പ് സാധനങ്ങളൊന്നും ഒരു മെമ്പറിലും വരില്ല എന്നൊരു അസംഷൻ നമ്മൾ വെക്കും. അപ്പം ഇതൊക്കെ അസംഷൻസ് ആണ്. ഇതൊക്കെ എപ്പോഴും റിയാലിറ്റിയിൽ യാഥാർത്ഥ്യമായിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ അനാലിസിസ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനും വെയിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇത്രയും അസംഷനാണ് നമ്മൾ വെക്കുന്നത്. അസംഷൻസ് എല്ലാം കൂടെ കാണാൻ പഠിക്കരുത്, ശ്രമിക്കരുത്. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് കുറച്ച് ജോയിന്റുകളെ പറ്റിയും മെമ്പറുകളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. ജോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന പോയിന്റുകളിലാണ് നമുക്ക് ജോയിന്റ്സ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബേസുമായിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് സപ്പോർട്ടുകളുണ്ട്. രണ്ട് സപ്പോർട്ടുകളായിരിക്കും നമ്മൾ ബന്ധിപ്പിച്ച് വെക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്, ഒന്ന് ഹിഞ്ച് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത് വെക്കുന്നത് നമുക്ക് പിന്നെ പറയാം. ഹിഞ്ച് സപ്പോർട്ട് റിയാക്ഷൻസ് എക്സിലും വൈയിലും റിയാക്ഷൻസ് തരും. അതായത് ഇവിടെ നമുക്ക് AX എന്നൊരു റിയാക്ഷനും എന്താ പറയാ, ഇത് AY എന്നൊരു റിയാക്ഷൻ മേലോട്ട് Y ഡയറക്ഷനിൽ, AX ഇങ്ങനെയാ ഇത് ഡയറക്ഷൻ നമുക്ക് വിഷയമല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നമ്മുടെ ട്രസ് പ്രോബ്ലത്തിന്റെ ഡയറക്ഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഈ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വാല്യൂ കിട്ടും, എടുക്കുന്ന ഡയറക്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ മൈനസ് വാല്യൂ കിട്ടും. അത്ര അറിഞ്ഞാൽ മതി. കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ, അപ്പം ആ രീതി മനസ്സിലാക്കിയാൽ മതി. AX ഞാൻ ഈ ലെഫ്റ്റിലോട്ടൊന്ന് അസ്യൂം ചെയ്ത്, AY എന്ന് പറഞ്ഞാൽ മേലോട്ട് അസ്യൂം ചെയ്ത്, അങ്ങനെ രണ്ട് റിയാക്ഷൻ ഹിഞ്ച് സപ്പോർട്ട് ഉണ്ടെന്നെങ്കിൽ എക്സിലും വൈയിലും റിയാക്ഷൻ നമുക്ക് തരാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതേസമയം റോളർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷനിൽ റിയാക്ഷൻ തരത്തില്ല, Y ഡയറക്ഷനിൽ മാത്രമേ റിയാക്ഷൻ തരത്തുള്ളൂ. ഓക്കെ, ഇനി ഈ രണ്ടിടത്ത് ഞാൻ റോളർ സപ്പോർട്ട് വയ്ക്കാൻ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ സാധനം അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം ഞാൻ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ സാധനം മൂവ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ അൺസ്റ്റേബിലിറ്റിക്ക് കാരണമാവും. അതുകൊണ്ട് ഒരു എണ്ണം എപ്പോഴും ഹിഞ്ച് നമ്മൾ വെക്കും. രണ്ട് ഹിഞ്ച് വെച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ
നമുക്കിപ്പം ഒരു റിയൽ കേസ് സിനാരിയോയിൽ ടെമ്പറേച്ചർ മാറും. തണുപ്പ് മഞ്ഞുകാലം വരും, അതുപോലെ തന്നെ വേനൽക്കാലം വരും. അപ്പം ചൂട് കൂടുന്ന സമയത്ത് ഈ സാധനം എക്സ്പാൻഡ് ചെയ്യാനും ആൽഫ ഡെൽറ്റ ടി നമ്മൾ പഠിക്കും തെർമൽ എക്സ്പാൻഷൻ, ആൽഫ ഡെൽറ്റ ടി എക്സ്പാൻഡ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത് കുറയാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം ആ സമയത്ത് ഈ സാധനത്തിനകത്ത് എന്താ പറയുക ഡിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഒരു റോളർ സപ്പോർട്ടും ഒരു ഹിഞ്ച് സപ്പോർട്ടും ആയിരിക്കും നമ്മൾ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്തൊക്കെ നമുക്ക് 3 റിയാക്ഷൻസ് നമുക്കുണ്ടാവും. ഒന്ന് AX, ഒന്ന് A1, ഒന്ന് B1. അങ്ങനെ 3 റിയാക്ഷൻസ് ആയിരിക്കും ഏതൊരു സിസ്റ്റത്തിനും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അത്രയുള്ള കാര്യം. ഇനി മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, അപ്പം ജോയിൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം മെമ്പേഴ്സ്. 3 ടൈപ്പ് മെമ്പേഴ്സ് നമുക്കുണ്ട്. ഒന്ന് ടെൻഷനുള്ള മെമ്പർ, ഞാൻ പറഞ്ഞു ടെൻഷൻ വലിവുള്ള മെമ്പർ, കംപ്രഷനുള്ള മെമ്പർ, ഫോഴ്സ് ഒന്നും ഇല്ലാത്ത മെമ്പറുകളും കാണും. ഈ സപ്പോർട്ടിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഫോഴ്സ് ഇല്ലാത്ത മെമ്പേഴ്സിനെ വെക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ ബാക്കിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ടെൻഷൻ മെമ്പറും കംപ്രഷൻ മെമ്പറും നോ ഫോഴ്സ് മെമ്പറും അങ്ങനെ 3 ടൈപ്പ് മെമ്പറുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് 3 ടൈപ്പ് ട്രസ് ഉണ്ട്. പെർഫെക്റ്റ് ട്രസ് ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ് ട്രസ് ഉണ്ട്, അതുപോലെ വേറൊരു ടൈപ്പ് ട്രസ്സും കൂടി ഉണ്ട്. അപ്പോൾ വഴിയെ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. ബേസിക്കലി എന്താണ് പെർഫെക്റ്റ് ട്രസ്? പെർഫെക്റ്റ് ട്രസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൻ്റ് ആയിരിക്കണം. അതാണ് പെർഫെക്റ്റ് ട്രസ്സിന്റെ കണ്ടീഷൻ. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനൻ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ട്രസ്. ആ സ്റ്റാറ്റിക്കൽ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫോമുലയുണ്ട്. ആ ഫോമുല എന്ന് ഇത്രയേ ഉള്ളൂ. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. എം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. അതേ +3 ഈസ് ഇക്വൽ ടു 2 ടൈംസ് ഓഫ് നമ്പർ ഓഫ് ജോയിൻസ്. അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെമ്പറുകളെ നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് മെമ്പേഴ്സ് എന്ന് വിളിക്കാം. ഇത് വരുന്നത് വേറെ എവിടൊന്നുമല്ല, നമ്മൾ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. m+3 ഈസ് ഇക്വൽ ടു 2j എന്നാണ് ഇക്വേഷന്റെ ഫോമുല. അതായത് എത്ര മെമ്പർ ഉണ്ടോ അത് നമുക്ക് 3 ആഡ് ചെയ്യണം. ആക്ച്വലി എന്തൊക്കെയാണ് 3 ആഡ് ചെയ്യുന്നത് അറിയാമോ? AX, AYയും BY ആണ് 3 വരുന്നതിന്റെ റീസൺ. 3 വരുന്നതിന്റെ റീസൺ ഈ 3 ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പം m+3 എന്ന് പറഞ്ഞാൽ 2j, 2 ടൈംസ് ഓഫ് ജോയിൻസ്, നമ്പർ ഓഫ് ജോയിൻസ്. അപ്പം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് പ്ലസ് എന്ന് പറയാൻ പറ്റും. അത് ഒരു കണ്ടീഷൻ. നമ്പർ 2, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബെയറിംഗ് ലോഡ്സ് വിത്തൗട്ട് കൊളാപ്സിങ്. കൊളാപ്സ് ചെയ്യാതെ ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയും വേണം. അപ്പം ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ട്രസ്സിനകത്ത് ട്രയാങ്കിൾസ് മാത്രമേ ഉള്ളെങ്കിൽ, ട്രയാങ്കിൾസ് മാത്രമാണ് ട്രസ് ഉള്ളതെങ്കിൽ, അതായത് പല ട്രയാങ്കിൾസിന്റെ കോമ്പിനേഷൻ ആണോ ട്രസ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു കേപ്പബിൾ ഓഫ് ബെയറിംഗ് ട്രസ് വിത്തൗട്ട് കൊളാപ്സിങ് തന്നെയായിരിക്കും. അപ്പം ഏത് ഒരു ട്രസ് പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? m+3 ഈസ് ഇക്വൽ ടു 2j ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രയാങ്കിൾസ് മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യണം. പക്ഷെ ട്രയാങ്കിൾസ് മാത്രമേ ഉള്ളൂ, പക്ഷെ m+3 2j അല്ല എന്ന് വരാമെന്നുണ്ടെങ്കിലും അത് പെർഫെക്റ്റ് ട്രസ് അല്ല. ഈ രണ്ട് കണ്ടീഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റൂ? ഒരു പെർഫെക്റ്റ് ട്രസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം പെർഫെക്റ്റ് ട്രസിന്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് ആയിരിക്കണം, m+3 2j. അടുത്തത് ട്രയാങ്കിൾസ് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? കേപ്പബിൾ ഓഫ് ബെയറിംഗ് ലോഡ്സ് വിതൗട്ട് കൊളാപ്സിംഗും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് നമുക്ക് ഏതാണ് പെർഫെക്റ്റ് ട്രസ്, ഏതാണ് പെർഫെക്റ്റ് അല്ലാത്ത ട്രസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലെ ബോക്സ് ഇപ്പം മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് അടച്ചു വെച്ചിട്ട് ഇത് നോക്കി, ഇത് സ്ഥാനം കണ്ടു നോക്കിയിട്ട് കണ്ടുപിടിക്കും എന്താണ് നമുക്ക് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. അപ്പം ഇതാ നോക്ക്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓരോന്നിനും എം ഞാൻ എഴുതുക. ഫസ്റ്റ് വണ്ണിന് 1, 2, 3, 4 4 മെമ്പർ ഉണ്ട്, ഞാൻ 4 എഴുതി. അടുത്തതിന് 3 മെമ്പർ ഉണ്ട്, ഞാൻ 3 എഴുതി. അടുത്ത ഇത് ഞാൻ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 11 മെമ്പർ ആണെന്ന് മനസ്സിലാവും. ഇത് 4 മെമ്പേഴ്സിന് കൂടിയിട്ട് ഇത് മൊത്തത്തിൽ ഒരു മെമ്പർ, ഇത് മൊത്തത്തിൽ കാരണം നമ്മൾ പറഞ്ഞു നടുക്ക് വെച്ച് നമുക്ക് ജോയിൻസ് ഇല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെയാണ് 11 മെമ്പേഴ്സ് വരുന്നത്. ഇതിനകത്ത് 6 മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ തെറ്റായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ജെ, നമ്പർ ഓഫ് ജോയിൻസ്. നമ്പർ ഓഫ് ജോയിൻസ് 1, 2, 3, 4 4 ജോയിൻസ്. ഇവിടെ 1, 2, 3 3 ജോയിൻസ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ജോയിൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 6 ജോയിൻസ് ആണ് ഉള്ളത്. 1, 2, 3, 4, 5, 6 6 ജോയിൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ 5 ജോയിൻസ് 1, 2, 3, 4, 5 5 ജോയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് m+3 കണ്ടുപിടിക്കാമല്ലോ. m+3 ഞാൻ ഇവിടെ ടാബ്ലേറ്റ് ചെയ്തു, 2jയും ടാബ്ലേറ്റ് ചെയ്തു. m+3 2j ആവുന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് ഇത് മാത്രം, രണ്ടാമത്തേന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനും m+3 2j ആവില്ല. ചിലതിന് m+3 വലുതായിരിക്കും 2jനേക്കാളും, ചിലതിന് m+3 ചെറുതായിരിക്കും 2jനേക്കാളും. ഓക്കെ,
ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സിനായി വ്യത്യാസം കാണത്തില്ല, കാരണം ഞാൻ ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കും നോട്ട്സിൽ വെക്കുന്നത്, അതുകൊണ്ട് വിഷമിക്കേണ്ട. 1 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ് മാത്രം വെച്ചല്ല ഉണ്ടാക്കുന്നത്, റെക്റ്റാങ്കിൾ ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് ഇല്ല. ഇത് ട്രയാങ്കിൾസ് മാത്രമേ ഉള്ളൂ, ഇതിലും ട്രയാങ്കിൾസ് മാത്രമേ ഉള്ളൂ, ഇതിൽ റെക്റ്റാങ്കിൾ ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ ഇതും സ്റ്റാറ്റിക്കലി ഇൻഡിപെൻഡന്റ് അല്ല. അപ്പം പെർഫെക്റ്റ് ട്രസ് ഇത് മാത്രമേ ഉള്ളൂ, കാരണം M+3 2J ആവുകയും ട്രയാങ്കിൾസ് മാത്രം കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രസ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് മാത്രമാണ് പെർഫെക്റ്റ് ട്രസ്. ഇനി ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ എ പെർഫെക്റ്റ് ട്രസ് എപ്പോഴും ഒരു ട്രയാങ്കിൾ ഒരു 3 ആയിരിക്കും എൻ്റെ നമ്പറിന്റെ വാല്യൂ, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, ചില കേസുകളിൽ M+3 വലുതായി 2Jനേക്കാളും, ചിലത് M+3 ചെറുതായി 2Jനേക്കാളും. അപ്പോൾ M+3 2Jനേക്കാൾ വലുതാവുന്ന ട്രസ്സുകളെ നമുക്ക് റിഡൻഡന്റ് ട്രസ്സുകൾ എന്ന് വിളിക്കാം. അതായത് അതിനകത്ത് നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം വെച്ചിട്ടുണ്ട്. അതായത് അവനാവശ്യമായിട്ട് എക്സ്ട്രാ സപ്പോർട്ടുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് റിഡൻഡന്റ് ട്രസ് എന്ന് പറയുന്നത്. പക്ഷേ M+3 ലെസ് ദാൻ 2J ആകുമ്പോൾ ഡെഫിഷ്യന്റ് ആണ്. ആ ട്രസ്സിന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ട്രസ്സിന് നിലനിൽക്കേണ്ട ഒരു സ്റ്റെബിലിറ്റി കണ്ടീഷനകത്ത് കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ M+3 കുറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡന്റ് ആണ്. M+3 എന്ന് പറഞ്ഞ സാധനം കൂടുതലാണെങ്കിൽ, 2Jനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് റിഡൻഡന്റ് ട്രസ്റ്റ്. അപ്പൊ അത് മനസ്സിലായിക്കോളാം. M+3 കൂടിയിരുന്ന റിഡൻഡന്റ് ആണ്, M+3 കുറഞ്ഞിരുന്ന ഡെഫിഷ്യന്റ് ആണ്. M+3 കൂടിയിരുന്ന റിഡൻഡന്റ് ആണ്, M+3 കുറഞ്ഞിരുന്ന ഡെഫിഷ്യന്റ് ആണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് 2 വട്ടം ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റും. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കും ഇതിനകത്ത് ഏത് ഡ്രസ്സാണ് റിഡൻഡന്റ്, ഏത് ഡ്രസ്സാണ് ഡെഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ട്രസ്സും റിഡൻഡന്റ് ട്രസ്സും ഡെഫിഷ്യന്റ് ട്രസ്സും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധ്യതയിലോട്ട് വരാം, എങ്ങനെ ഒരു ട്രസ്സിനെ നമുക്ക് സോൾവ് ചെയ്യാം. ട്രസ്സിനെ സോൾവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായി നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഈ രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസും നമ്മൾ കണ്ടുപിടിക്കണം ജസ്റ്റ് ബൈ യൂസിങ് 3 അവർ ഇക്വേഷൻസ്. കാരണം ഇത് മൊത്തം സ്റ്റേബിൾ ആണ് എന്നൊരു കണ്ടീഷൻ നമുക്കുള്ളതുകൊണ്ട്, ഇത് മൂന്നും സ്റ്റേബിൾ ആണ് എന്നൊരു കണ്ടീഷൻ നമുക്കുള്ളതുകൊണ്ട്, ഇത് മൂന്നും സ്റ്റേബിൾ എന്നൊരു കണ്ടീഷൻ, എല്ലാം ഫുൾ സ്റ്റേബിലിറ്റി ഉള്ളതുകൊണ്ട് എന്നൊരു കണ്ടീഷൻ നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് സിഗ്മ എഫ് 0 എന്ന് വിളിക്കാം, സിഗ്മ FYനെ 0 എന്ന് വിളിക്കാം, സിഗ്മ MO ഏത് പോയിന്റ് എടുത്താലും അതും 0 എന്ന് വിളിക്കാം. അപ്പം ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടോ ഒരു ഹിഞ്ച് സപ്പോർട്ട് കണ്ടോ, ഹിഞ്ച് സപ്പോർട്ടിന് RA എന്നൊരു സാധനം നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ, അതൊന്നും വലിയ കാര്യമില്ല. RA എന്ന് പറയുന്ന റിയാക്ഷൻ മേലോട്ടും, RA എന്ന റിയാക്ഷൻ മേലോട്ടും, HA എന്ന റിയാക്ഷൻ റൈറ്റിലോട്ടും ഇതിന് വരാൻ സാധ്യത. കാരണം ഹിഞ്ച് ആകുമ്പോഴത്തേക്കും മേലോട്ടുള്ള ഡിഫോർമേഷനും അല്ലെങ്കിൽ വൈ ഡയറക്ഷനുള്ള ഡിഫോർമേഷനും അല്ലെ വൈ ഡയറക്ഷനുള്ള മൂവ്മെന്റും ഫോഴ്സുകളും എക്സ് ഡയറക്ഷനുള്ള മൂവ്മെന്റും ഫോഴ്സുകളും എല്ലാം റെസിസ്റ്റ് ചെയ്യും. അപ്പം HA ഇങ്ങോട്ടും RA ഇങ്ങോട്ടും വരും. നമുക്ക് എടുത്ത വാല്യൂ HAയുടെ ഡയറക്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഡയറക്ഷൻ തിരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക, RAയും HAയും ഇവിടെ കിട്ടും. ഇവിടെ റോളർ സപ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ ആവശ്യമില്ല. വെർട്ടിക്കൽ റിയാക്ഷൻ ആയി വൈ ഡയറക്ഷനുള്ള റിയാക്ഷൻ ആയ RC മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ, സെറ്റല്ലേ. സോ ആദ്യം നമ്മൾ സിഗ്മ FX 0 കൊടുക്കുക. സിഗ്മ FX എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ എല്ലാം കൂടെ ചേർന്ന് 0 എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ ആകെ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, ആകെ ഇവിടെ ഒരൊറ്റ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ ഉള്ളത്, HA ആണ്. ആ HA 0 ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ബാലൻസ് ചെയ്യാൻ പറഞ്ഞ ഫോഴ്സ് ഇല്ല. ഇവിടെ ഞാനൊരു F ഒരു ഫോഴ്സ് ഈ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് HA അത് എടുക്കാമായിരുന്നു. HA ഇതും കൂടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ HA പ്ലസ് അത് 0 നമുക്ക് പറയാമായിരുന്നു. അപ്പം HA തിരിച്ചു വരും, പുറകോട്ട് വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വരാം. പക്ഷേ ഈ കേസിൽ ആകെ വൈ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രം ഉള്ളതുകൊണ്ട് HA 0 എന്ന് നമുക്ക് ഇവിടെ ആദ്യമേ മനസ്സിലായി. അടുത്ത സിഗ്മ FY 0, വൈ ഡയറക്ഷനുള്ള ഫോഴ്സുകളെല്ലാം 0 നമ്മൾ എടുക്കണം. അതെന്താ, RA പ്ലസ് RC മേലോട്ട് 2000 താഴോട്ട് 4000 താഴോട്ട്. അപ്പം RA പ്ലസ് RC മൈനസ് 2000 മൈനസ് 4000 0, പ്ലസ് RA പ്ലസ് RC എന്ന് പറഞ്ഞാൽ 6000. അതായത് RAയും RCയും കൂടെ 2000 പ്ലസ് 4000-നെയാണ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. ആ ഇക്വേഷൻ നമ്മൾ കൈവച്ചു. അപ്പൊ നമുക്ക് സിഗ്മ FX നിന്നും സിഗ്മ FY കിട്ടുന്ന ഇക്വേഷൻസ് എല്ലാം കിട്ടി. നമുക്ക് സിഗ്മ M എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഈ M നമ്മൾ എവിടെ നമ്മൾ എടുക്കും എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇവിടെ RAയും RC ആണ് നമ്മുടെ വേരിയബിൾസ്, അത് മനസ്സിലാക്കണം. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചെടുക്കാം. ഈ പോയിന്റ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പോയിന്റ് ഞാൻ ഇതിന്റെ മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ഈ ഫോഴ്സിന്റെ കമ്പോണന്റ് ഉണ്ടാവില്ല. കാരണം എന്താ, ഇത് ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ്, ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ്, അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം RA പ്ലസ് RC ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അല്ല, RAയും RCയും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതേ ഇൻറ്റു ഇതേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക്
മൊമെന്റ് എടുക്കാൻ പറ്റും. ഈ അബോട്ട് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ആറേയും ആർ ടിയിലെ വേറെ ഇക്വേഷൻ കൂടെ നമുക്ക് സോൾവ് ചെയ്ത് ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് എടുക്കത്തില്ല. നമ്മൾ ഇതെടുത്താൽ എന്ത് പറ്റും? ഇതെടുത്താൽ വേറെ ഉള്ള പറ്റും, എച്ച് എയും കൂടെ ചേർന്ന് മൊമെന്റ് ഉണ്ടാക്കും. പിന്നെ നമുക്ക് എച്ച് എ സീറോ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത് വീണ്ടും നമുക്ക് അടുത്ത ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടെല്ലാം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റിയാക്ഷൻസും കൂടെ വരുന്ന എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. എപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും നമുക്ക് എടുക്കാം. ഏത് പോയിന്റ് നമുക്ക് എടുക്കുന്ന ഉത്തരം സെയിം തന്നെ കിട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന പോയിന്റ് നമ്മുടെ സിംപ്ലിഫിക്കൻ, നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മുടെ സംഭവം സിംപ്ലിഫൈ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ മൊമെന്റ് സീറോ എന്ന് എടുക്കുന്നത്. അപ്പം സിഗ്മ എം എ ഇസ് ഈക്വൽ ടു സീറോ. ഇതിന്റെ അർത്ഥം എന്ന് അറിയാമോ? ഇത് ഞാൻ എഴുതിയ അർത്ഥം എന്ന് അറിയാമോ? നമുക്ക് സൈൻ കൺവെൻഷൻ രണ്ട് രീതിയിൽ കൊടുക്കാം. ക്ലോക്ക് വൈസ് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് കൊടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് വേണമെങ്കിൽ പോസിറ്റീവ് കൊടുക്കാം. അപ്പം ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ക്ലോക്ക് വൈസിലുള്ള മൊമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ക്ലോക്ക് വൈസ് പോസിറ്റീവ് നമ്മൾ അസ്യൂം ചെയ്താൽ ആന്റി ക്ലോക്ക് വൈസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പം മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് എല്ലാം പോസിറ്റീവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ ആർ എ കൊണ്ടും എച്ച് എ കൊണ്ടും എനിക്ക് ഒരു ഇതുമില്ല, ഒരു ശല്യമില്ല. അതുകൊണ്ട് മൊമെന്റ് ഉണ്ടാകത്തില്ല. കാരണം അത് ലൈൻ ഓഫ് ഫോഴ്സ് കൂടെ ഈ ആറ് അതിനകത്ത് കൂടെ പാസ് ചെയ്തുകൊണ്ട് എച്ച് അതിനകത്തൂടെ ആ എ എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോണേ. നോ നത്തിങ്, അങ്ങനെ ഒരു സംഭവം നമുക്ക് അവിടെ ഇല്ല. ഓക്കെ. പക്ഷേ ആർ സി എന്ന് പറഞ്ഞ ആള് മൊമെന്റ് ഉണ്ടാക്കും. എന്ത് മൊമെന്റ് ഉണ്ടാക്കുന്നത്? ഞാൻ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ പോയിന്റ് എന്ന് വെച്ച് നമ്മൾ ഈ ആർ സി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കറക്കാനാണ് നോക്കുന്നത്. അപ്പൊ എന്തുവാ? ആന്റി ക്ലോക്ക് വൈസ് കറക്കാനാണ് നോക്കുന്നത്. പോസിറ്റീവ് മൊമെന്റ് ആണ്. ആർ സി ഇൻറ്റു 3 + 3 6, അതായത് ആർ സി ഇൻറ്റു 6. അടുത്തത് 4000 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സാ ഇതിനെ ഇവിടെ പിടിച്ച്, ഇവിടെ പോയിന്റ് ഇവിടെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് 4000 അപ്ലൈ ആണ്. ഇത് ഇങ്ങനെ കറങ്ങാനാണ് സാധ്യത. ഇങ്ങനെ കറങ്ങുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് കറക്കം മൈനസ് വരും. -4000 ഇൻറ്റു ഇത് മൊത്തം 3 ആണ്. ഇതിന് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക് ഇതും ഡിസ്റ്റൻസ് ഈക്വൽ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആകുമ്പോൾ ഇതും ഈക്വൽ ആണ്. 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നേർ പകുതിയിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് 1.5 പകുതി, ഇവിടെ 1.5, ഇവിടെ 1.5, ഇവിടെ 1.5, അങ്ങനെയാണ് 3 വരുന്നത്. അപ്പൊ 4000 ഇൻറ്റു -4000 ഇൻറ്റു 3 + 1.5, 4.5, അത് നെഗറ്റീവ് ഡയറക്ഷൻ. അതുപോലെ തന്നെ 2000 ഇൻറ്റു 1.5, 2000 ഇൻറ്റു 1.5, അതും നമുക്കുള്ള ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ അതിനകത്ത് നമുക്ക് ആർ സിയുടെ വാല്യൂ 3500 ന്യൂട്ടൺ കിട്ടും. അങ്ങനെ നമുക്ക് എഫ് എക്സ്, എഫ് ഐയും എം എയും വെച്ച് നമുക്ക് 3 റിയാക്ഷൻസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണ്ടുന്നത് ഓരോ മെമ്പറിനകത്തുള്ള ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ചിലപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് മെമ്പറിനെ കണ്ടുപിടിക്കാനും നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് മെത്തേഡ് ഓഫ് ജോയിൻസ്, ഒന്ന് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. രണ്ടെണ്ണവും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം ഫോഴ്സ് ഇൻ മെമ്പേഴ്സ്, ജോയിൻ മെത്തേഡ് എന്താ സംഭവിക്കുന്നത്? ഇഫ് കംപ്ലീറ്റ് ട്രസ്റ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഈച്ച് ജോയിന്റ് ഓഫ് ദ ട്രസ്റ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതാണ് കൺസെപ്റ്റ്. അപ്പൊ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓരോ ജോയിന്റുകളും ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നതാണ് നമ്മുടെ വേണ്ടുന്ന കൺസെപ്റ്റ്. ആൾവേസ് സ്റ്റാർട്ട് വിത്ത് രണ്ട് അൺനോൺ ഫോഴ്സ് ജോയിൻസ്. എക്സാമ്പിൾ മോസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻ. നമ്മൾ രണ്ട് അൺനോൺ ഫോഴ്സ് ഉണ്ടാവുന്ന ജോയിന്റുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ജോയിന്റ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും. അത് മോസ്റ്റ്ലി സപ്പോർട്ട് റിയാക്ഷൻസ് ഉള്ള ജോയിന്റുകളായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ കേസിൽ നോക്ക്, ഈ കേസിലെ അവസ്ഥ എന്താ നോക്ക്. ഈ കേസിലെ അവസ്ഥ എന്താ നോക്ക്. സോറി. ഈ കേസിൽ സപ്പോർട്ട് റിയാക്ഷൻ എ എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ, ഇവിടെ അത് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്തേക്കുന്നത്? ആറ് മേലോട്ട്, എച്ച് എ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഡി എ, ഈ ഒരു മെമ്പറിന്റെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഈ ഒരു മെമ്പറിന്റെ ഫോഴ്സ് റൈറ്റ് സൈഡിലോട്ട്. അങ്ങനെ 4 ഫോഴ്സുകൾ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് എച്ച് എന്ന് പറയുന്ന സാധനം 0 ആണ്. കണ്ടുപിടിച്ചു. അപ്പം ചുരുക്കം ബാക്കി എത്ര ഉണ്ട്? ആറ് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടി എ ഫോഴ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബി എ ഫോഴ്സ്, അത്രയേ ഉള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 2500, ആറയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ്, ആറയുടെ വാല്യൂ ആർ സിയുടെ വാല്യൂ 3500, ആറയുടെ വാല്യൂ ഇത്, ആറയുടെ വാല്യൂ ആണ് 2500 എന്ന് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ആറയുടെ വാല്യൂ 2500 മേലോട്ട് ആണ്. ആറയുടെ വാല്യൂ 2500 മേലോട്ടാണ്. പിന്നെ എഫ് ഡി ഈ ഡയറക്ഷൻ ഇങ്ങോട്ട്, എഫ് എ ഡി എന്ന് പറയുന്നത്. ഇപ്പം എഫ് എ ഡി എന്ന് പറയുന്നത് എഫ്
ഓൺ എ വിത്ത് ബൈ ഡി. അപ്പം ഈ ഡിയിൽ നിന്ന് എയിലേക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താ? ബിയിൽ നിന്ന് എയിലേക്ക് എന്നാണ് ആദ്യം കിടക്കുന്നതിലേക്ക് മറ്റേ നിന്ന് വരുന്ന ഫോഴ്സ് എന്നാണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സംഭവത്തിന്റെ അർത്ഥം. അപ്പം എഫ് എ ഡി ഇങ്ങോട്ടും എഫ് എ ബി ഇങ്ങോട്ടും ആണല്ലോ. അപ്പം ഈ സാധനം ഇങ്ങനെ ഒരു ഒരു ഡയഗ്രം നമുക്ക് കിട്ടി. ഈ ഡയഗ്രം നമുക്ക് വെക്ടർ അഡീഷൻ വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. എഫ് എ ഡി സൈൻ തീറ്റ. ഇനി ഇതിന്റെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 3 ഫോഴ്സുകൾ കിട്ടി. ഈ 3 ഫോഴ്സ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് നമുക്ക് തെറ്റാണെന്നെങ്കിൽ സാധനം നെഗറ്റീവ് വരും. നമുക്ക് അതങ്ങനെ മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ 2005 ഇങ്ങോട്ടുണ്ടെന്ന് വെക്കാം. 2005 ഇങ്ങോട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒപ്പോസ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വേണമല്ലോ. അപ്പം എന്തായാലും എഫ് എ ഡി താഴോട്ടായിരിക്കണം സാധ്യത. അപ്പം എഫ് ഐ ഡി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമ്പോണന്റ് ഇതിനെ ബാലൻസ് ചെയ്യും. പക്ഷേ ഇതിന് വേറൊരു കമ്പോണന്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് പോകുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. ആ കമ്പോണന്റിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ഈ സൈഡിലോട്ട് ഒരു കമ്പോണന്റ് ആവശ്യമുണ്ട്. അതായിരിക്കും എഫ് എ ബി കൂടെ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ അസംഷൻ. ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവാം. അങ്ങനെയാണെങ്കിൽ സാധനം നെഗറ്റീവ് വരും. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം എഫ് എ ഡി സൈൻ 60 എന്ന് പറഞ്ഞാൽ 2500 ന്യൂട്ടൺ. ഇക്വേഷൻ എഫ് എ ഡി സൈൻ 60. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, കോസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ഇതിന്റെ കോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇതിന്റെ സൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പം എഫ് എ ഡി സൈൻ 60 എന്ന് പറഞ്ഞാൽ 2500 ഈക്വലന്റ് ആണ്. എഫ് എ ഡി കോസ് 60 എന്ന് പറഞ്ഞാൽ എഫ് എ ബിക്ക് ഈക്വലന്റ് ആണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എഫ് എ ബിക്കും വാല്യൂ കണ്ടുപിടിക്കാം, എഫ് എ ഡിക്കും വാല്യൂ ഉണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നോക്കി ഇത് തന്നെ ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് ആ എ ബി എന്ന് പറയുന്ന മെമ്പറിലും എ ഡി എന്ന് പറയുന്ന മെമ്പറിലും ഉള്ള രണ്ട് ഫോഴ്സുകൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത് നമ്മൾ അതിന്റെ കൂടെ ഉള്ള അടുത്ത ജോയിന്റ് സി എടുക്കുക. ജോയിന്റ് സി, ഇതാ ജോയിന്റ് സി. ജോയിന്റ് സി എടുക്കുക. ജോയിന്റ് സിയിൽ ആർ സി 3500 ഇങ്ങോട്ടുണ്ട്, എഫ് സി ബി ഉണ്ട്, എഫ് സി ഇ ഉണ്ട്. ഞാൻ ഒന്നുകൂടെ വീണ്ടും പറഞ്ഞ് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കി ഈ ഉത്തരം കിട്ടുന്നതാണ് ചെക്ക് ചെയ്തത്. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു ജോയിൻ കൂടെ ചെയ്യാം. എല്ലാ ജോയിൻ കൂടെ നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഐഡിയ പഠിക്കുകയാണ്. അപ്പം ഈ ജോയിന്റ് ഇയിലെ അവസ്ഥ എന്താ? അതിനകത്ത് ഒരു എക്സ്ട്രാ ഫോഴ്സ് 4000 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 4000 ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എഫ് ഇ ഡി ഇതാ പടം നോക്കിയാൽ അറിയാം. ഇങ്ങോട്ടൊരു എഫ് ഇ ഡി ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. 3 ഫോഴ്സുകളുണ്ട്. ഡയറക്ഷൻ നമുക്ക് അറിയുമ്പോൾ നമുക്ക് എല്ലാ ഡയറക്ഷൻ ഞാൻ റൈറ്റിലോട്ട് ഇങ്ങനെ ഇപ്പം കുറേ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചതിൻ്റെ നെഗറ്റീവ് വാല്യൂ വരും. ഓക്കെ, ഇനി ഇവിടെ ഇതൊരു ട്രയാങ്കിൾ ആണ്. നേരത്തെ പറഞ്ഞത് 30 ഡിഗ്രി 30 ഡിഗ്രി ആയിരിക്കും, കാരണം അക്വസസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ സംഭവത്തിനെ നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എഫ് ഇ സി എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഇതല്ല, ഇപ്പം എന്താ പറയാ, ഇപ്പം അൺനോൺ അല്ല. കാരണം നമ്മൾ ഇവിടെ എഫ് സി ഇ കണ്ടുപിടിച്ചല്ലോ. എഫ് സി എന്ന് പറഞ്ഞാൽ ഇപ്പം സി ഇ എന്ന് പറയുന്ന ഒരു ആ കമ്പനി എടുക്കുക, ഇ സി എന്നൊരു കമ്പനി എടുക്കുക. ഈ കമ്പനിയിൽ ഈ പോയിന്റ് ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യും, തീർച്ചയായിട്ടും ആ ഫോഴ്സ് തന്നെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് കംപ്രഷൻ ആണെങ്കിൽ ഇങ്ങോട്ടൊരു കംപ്രഷൻ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ എന്ത് കിട്ടുന്നോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഫോഴ്സിനെ നമുക്ക് അനുമാനിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒരിടത്ത് കണ്ടുപിടിച്ചിട്ട് ആ മെമ്പറിൽ ഒരു ഫോഴ്സ് ഇവിടെ കണ്ടുപിടിച്ചാൽ അതേ ഫോഴ്സ് ഇവിടെ നമുക്ക് ഡയറക്ഷൻ മാറ്റി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പറയുന്ന എഫ് ഇ സി. ഈ എഫ് ഇ സി നമ്മൾ ഈ എഫ് സി ഇങ്ങോട്ട് കിട്ടിയ സാധനം എഫ് ഇ സി ഇങ്ങോട്ടാണെന്നുള്ള ഡയറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, പിന്നെ ഇ ബി ഉണ്ട്, ഇ ഡി ഉണ്ട്. ഇതെല്ലാം നമുക്ക് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ചെയ്തു ഇങ്ങനെ നമുക്ക് ഏത് ജോയിന്റ് ഉപയോഗിച്ചും നമുക്ക് ഏത് മെമ്പറിന്റെയും ഫോഴ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അതാണ് നമുക്ക് ഈ പറയുന്ന ജോയിന്റ് മെത്തേഡിൽ നിന്ന് മനസ്സിലായ കാര്യം. ഇനി അടുത്ത മെത്തേഡ് ഉണ്ട്, സെക്ഷൻ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ സെക്ഷൻ മെത്തേഡ് സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം ഇപ്പം ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ സി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ജോയിന്റിങ് ചെയ്തിട്ട് പിന്നെ ഈ ജോയിലോട്ട് വരണം. മെത്തേഡ് സെക്ഷൻ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ജോയിന്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ജോയിന്റുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് മെത്തേഡ് സെക്ഷൻ പറയുന്നത്. മെത്തേഡ് സെക്ഷൻ നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. നമുക്ക് അപ്പോൾ വേണമെങ്കിൽ രണ്ട് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ ടൈം ടേക്കിംഗ് കുറവ് സെക്ഷൻ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ കോമ്പറ്റീവ് എക്സാംസിന് സെക്ഷൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കണം, നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ജോയിൻസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം സെക്ഷൻ നമുക്ക് പഠിക്കാം. അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. എങ്ങനെ ഒരു ജോയിന്റിൽ സീറോ ഫോഴ്സ് മെമ്പറിനെ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് കണ്ടുപിടിച്ച് എ ബിയും എ ഡിയും അങ്ങനെയുള്ള ഓരോ മെമ്പർക്കുള്ള ഫോഴ്സും എല്ലാം കണ്ടുപിടിച്ച അവസാനം ആ ഫോഴ്സ് മെമ്പർ എല്ലാം സീറോ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും സീറോ ഫോഴ്സ് മെമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സാമിന് നമുക്ക് സമയമില്ല.
എക്സാം നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സാം സമയമില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ടാക്കും. ആ റൂൾസ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ബൈ ഇൻസ്പെക്ഷൻ, ജസ്റ്റ് നമുക്ക് നോക്കി തന്നെ ഈ സാധനം സീറോ പോസ്റ്റ് മെമ്പർ ആണോ സീറോ പോസ്റ്റ് മെമ്പർ അല്ലേ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കുറച്ച് റൂൾസ് ആണ് നമ്മൾ പറയാൻ പോണത്. ഒന്നാമത്തെ റൂള്, ഇഫ് ദർ ആർ ഓൺലി 2 കൊളീനിയർ മെമ്പേഴ്സ് അറ്റ് എ ജോയിന്റ്, രണ്ട് കൊളീനിയർ മെമ്പേഴ്സ് മാത്രം, ഇങ്ങനെ വരുന്ന, അതായത് ഒരു പ്ലെയിനിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള ഒരു പോയിന്റിൽ നിന്ന് പോണ രണ്ട് മെമ്പേഴ്സ് മാത്രമാണ് ഒരു ജോയിന്റ് ഉള്ളതെങ്കിൽ, then both the members will be zero cost members provided there is no external load on the load. ഇവിടെ ആകെ രണ്ടെണ്ണേ വരുന്നുള്ളൂ, ഇവിടെ സീറോ ആണ് ഫോഴ്സ് എന്ന് വെച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടെണ്ണത്തിനകത്തും സീറോ ആയിരിക്കും, ഇത് സീറോ ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്പർ 1. ഇനി നമുക്ക് നമ്പർ 3 പഠിച്ചിട്ട് നമ്പർ 2 വരാം. നമ്പർ 3 എന്ന് പറഞ്ഞാലും ഇതേ സെറ്റപ്പ് ആണ്. അതാ ഇങ്ങനൊരു ഫോഴ്സ്, ഇങ്ങനൊരു ഫോഴ്സ്. അപ്പം ഈ കേസിൽ ഇങ്ങനെ രണ്ട് ഇത് ഇങ്ങനെ വന്ന്, രണ്ട് ഇതിങ്ങനെ വന്ന്, ഓക്കെ, രണ്ട് മെമ്പേഴ്സ് ഈ ഒരു രീതിയിൽ അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യുന്ന രീതിയിൽ വന്ന് ആ ജോയിന്റിന് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ രണ്ടും സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. ഇനി ഈ ജോയിന്റിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെമ്പറിന് പാരലാണ്. ഈ മെമ്പറിന് പാരലാണ് ഇപ്പൊ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഈ മെമ്പർ പാരലായിട്ട് ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ട് കേസിലും ഈ ഏതിനാണോ പാരൽ അല്ലാതിരിക്കുന്നത് ആ മെമ്പർ സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. അതായത് ഇങ്ങനൊരു മെമ്പർ, ഇങ്ങനൊരു മെമ്പർ, ഇവിടെ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണവും സീറോ. ഇതിനകത്ത് ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് ഏതെങ്കിലും ഒരെണ്ണത്തിന് പാരലാണെങ്കിൽ ആ പാരൽ അല്ലാത്ത മറ്റേ സാധനം സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. അത്രയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു പർട്ടിക്കുലർ സാധനം കൂടെ ഉണ്ട്. ഇഫ് ദർ ആർ 3 മെമ്പേഴ്സ് അറ്റ് എ ജോയിന്റ്, നമുക്ക് 3 മെമ്പേഴ്സ് ഇവിടെ, അതായത് 3 മെമ്പേഴ്സ് അറ്റ് എ ജോയിന്റ് ഓഫ് വിച്ച് 2 ആർ കൊളിനിയർ, then the third member will be zero force member provided there is no external load on the joint. അതായത് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ഇതും രണ്ടും കൊളിനിയർ ആയിട്ട് പോവുക, ഇങ്ങനെ കൊളിനിയർ ആയിട്ട് പോവുക. നമ്മൾ മറ്റേ രണ്ട് കേസിലും 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ 3 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു മെമ്പർ, ഇവിടെ ഒരു മെമ്പർ, രണ്ടും കൂടെ കൊളിനിയർ ആയിട്ട് ഒരു മെമ്പർ പോലെ ആക്ട് ചെയ്യുന്ന രണ്ട് മെമ്പറും ഇവിടെ വേറൊരു എക്സ്ട്രാ മെമ്പറും ഉണ്ടെന്ന് വെക്കുക. മാത്രമല്ല ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സീറോയും ആണെങ്കിൽ ഈ സാധനം ഒരു സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. അത് പഠിച്ചേ പറ്റുള്ളൂ. 3 എണ്ണം വന്നത് ഈ ഒരു പടം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഒരു കൊളിനിയർ ആയിട്ടൊരു വര, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ നമുക്കൊരു സാധനമുണ്ട്, ഇവിടെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് സീറോ ഫോഴ്സ് മെമ്പർ എന്ന് വിളിക്കാം. ഇത് ഒരു സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇത് സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ സീറോ ഫോഴ്സ് മെമ്പറിനെ ഇൻസ്പെക്ഷൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സിന്റെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, എല്ലാം കൂടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുകൊണ്ട് കുറച്ച് അസംഷൻസ്. ഒന്ന്, ട്രസ് ഷുഡ് ബി പെർഫെക്റ്റ് ട്രസ്. പെർഫെക്റ്റ് ട്രസ്സുകളിൽ മാത്രമേ മെത്തേഡ് ഓഫ് സെക്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെൽഫ് വെയിറ്റ് ഓഫ് ദ ട്രസ് നമ്മൾ നേരത്തെ നെഗ്ലക്ട് ചെയ്ത് ഇവിടെയും നെഗ്ലക്ട് ചെയ്തു. എക്സ്റ്റേണൽ ലോഡ് ആക്ട്സ് ഓൺ ദ ജോയിന്റ്സ് ഓൺലി, ജോയിന്റ്സിന് മാത്രമേ ലോഡ് ആക്ട് ചെയ്യത്തുള്ളൂ. ഓൾ ജോയിന്റ്സ് ആർ അസ്യൂംഡ് ആസ് ഹിഞ്ച് ഓർ പിൻ ജോയിന്റ്സ്, നമ്മളത് നേരത്തെ പറഞ്ഞു. മെമ്പേഴ്സ് ക്യാരിങ് ആക്സിയൽ ലോഡ് ഫുള്ളി, ടെൻഷൻ ഓർ കംപ്രഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ അസംഷൻസ് ഇവിടെയും വാലിഡ് ആണ്. നൗ ടെൻസൈൽ ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് എന്നും കംപ്രഷൻ ഫോഴ്സിനെ നമുക്ക് നെഗറ്റീവ് എന്നും നമ്മൾ വിളിക്കും. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ആണ്, കംപ്രഷൻ ഫോഴ്സ് എല്ലാം നെഗറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു മുന്നോട്ട് പോകുന്നത്. അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു FBD വരയ്ക്കണം ഓഫ് എ ഗിവൺ ട്രസ്. ചെക്ക് സ്റ്റെബിലിറ്റി ഈസ് റിക്വയർഡ്. അതായത് ഈ ഒരു ട്രസ്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് അത് റിയാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് റിയാക്ഷൻസ് പകരം കറക്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ട് കണ്ടുപിടിച്ച്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണക്ക് തന്നെ സിഗ്മ FX0 സിഗ്മ FY0 അങ്ങനെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ പഠിച്ചു. എന്താ ഇക്വേഷന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് നോക്കൂ. M+3 നോക്ക്, നിങ്ങൾ തന്നെ പറയാം എന്താണ് ഇവിടെ ഉള്ളത്. പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചോദിച്ചാണ്. പറയാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കണം. നമ്പർ ഓഫ് മെമ്പേഴ്സ് +3 = 2 × J. ഓക്കെ, അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെക്ഷൻ എടുക്കാം. പാസ് ടു ദ മെമ്പേഴ്സ് വേർ ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യേണ്ട സെക്ഷൻസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മൾ എടുക്കണം. നമ്മളൊക്കെ ഇത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് പറയാം, സ്റ്റെപ്സ് പറയുന്നതാണ്. അറ്റ് എ ടൈം എ സെക്ഷൻ should not pass through more than 3 members. മാക്സിമം 3 മെമ്പറിൽ കൂടെ ഈ സെക്ഷൻ എടുക്കാൻ പാടുള്ളൂ. കൺസിഡർ എനി വൺ സൈഡ് ഓഫ് സെക്ഷൻ, LHS അല്ലെങ്കിൽ RHS എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കണം. അപ്ലൈ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ടു സെലക്ടഡ് സെക്ഷൻ. സെലക്ടഡ് സെക്ഷനകത്ത് നമ്മൾ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യണം.
ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കറസ്പോണ്ടിങ് മെമ്പർ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിളിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ സെക്ഷൻ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സെക്ഷൻ 3 മെമ്പേഴ്സിൽ കൂടെ പാസ് ചെയ്ത് പോണ ഒരു സെക്ഷനാണ്, ആസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന ജോമെട്രി 2 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് ജോമെട്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആംഗിൾസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ തീറ്റ എസ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 3/2 യൂസ് ചെയ്യാം. കാരണം എന്താ, ഇത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പാർട്ടാണ്. ഇതിന്റെ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ്. ഇത് 3 ആണ്, ഇത് 2 ആണ്. അപ്പോൾ 3/2 ടാൻ ഇൻവേഴ്സ് 3/2 തീറ്റ എസ് എന്ന് പറഞ്ഞാൽ 56.30 ഡിഗ്രി എന്നുള്ള രീതിക്ക് നമുക്ക് ഇവിടെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഭാവിയിൽ നമുക്ക് യൂസ് ഉള്ളതായിരുന്നു, കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് ഫൈൻഡ് റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട്സ്. നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ആയിട്ടുള്ള ഇവിടെ ഹിഞ്ച് ജോയിൻസ് ആണ് ഇത് AX AYയും ഇവിടെ ഈ പറഞ്ഞ റോളർ സപ്പോർട്ട്, ഒരു റോളർ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പം സിഗ്മ FX 0 കാണും. ഇവിടെ ഉള്ള എല്ലാ ഫോഴ്സുകളും വൈയിൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളതാണ്. അതുകൊണ്ട് സിഗ്മ FX 0 ആയതുകൊണ്ട് AX 0 ആയി. സിഗ്മ FY നമ്മൾ 0 എന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ചെയ്തു പോയോ, ഈ താഴേക്ക് നമുക്ക് കിട്ടുന്ന ഉത്തരം നമുക്ക് ഇതിനകത്ത് AY + RE എന്നുള്ള ഉത്തരം = 22 kN എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അല്ലെ നോക്കി തന്നെ അറിയാം, AYയും REയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഈ 3 എണ്ണത്തിൻ്റെയും വാല്യൂവിൻ്റെ സമ്മേ നമുക്ക് വരത്തുള്ളൂ. കാരണം 2 ഫോഴ്സ് മേലോട്ടും ബാക്കി 3 ഫോഴ്സും താഴോട്ടും ആയത്. ഇത് നമ്മൾ സിഗ്മ MA ഈ പോയിന്റിൽ നമ്മൾ 0 കൊടുത്ത് നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് RE കണ്ടുപിടിക്കണം. കാരണം ഇത് ഇൻറ്റു ഇത് എല്ലാം ജസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്ന. ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് അല്ല. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ളതെല്ലാം നെഗറ്റീവ്, ക്ലോക്ക് വൈസ് ഉള്ള മൊമെന്റുകളെല്ലാം പോസിറ്റീവ് എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുവാണ്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് REയുടെ വാല്യൂ നമുക്ക് കിട്ടും. REയുടെ വാല്യൂ കിട്ടുന്നത് 11 kN എന്നായിരിക്കും. ഈ കിട്ടിയ വാല്യൂ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ RE താഴോട്ട് നമുക്ക് പറയായിരുന്നു, പക്ഷേ RE മേലോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ AYയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതും 13 kN തന്നെയാണ്. ഇനി വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഇത് കണ്ടോ, 6 + 10 + 6 22. ഇത് സിമെട്രിക് ലോഡാണ്. ഇവിടെ ഒരു ലോഡ്, ഇവിടെ രണ്ടും ഒരേ ടൈപ്പ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ലോഡുകൾ സെയിം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സിമെട്രിക് ലോഡ് ആയതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും 10 ഇത് ഒന്ന് തന്നെ കിട്ടി. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. പക്ഷേ സിമെട്രി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് സെക്ഷൻ എടുക്കാം. ഈ ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിൽ ഇങ്ങോട്ടുള്ള സാധനം ഇങ്ങോട്ടുള്ള സാധനം സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ മാറ്റി നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് LHSഉം ഇത് RHSഉം ആണ്. LHSനെ കൺസിഡർ ചെയ്യാണ്. LHSനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സുകളെല്ലാം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം ഈ 3 ഫോഴ്സുകളും ടെൻഷനാണ് എന്നുള്ള അസംഷനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ്. കാരണം നമ്മൾ പറഞ്ഞ പോസിറ്റീവ് സാധനങ്ങൾ ടെൻഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് വീണ്ടും സിഗ്മ FXഉം സിഗ്മ FYയും എമ്മും എല്ലാം 0 എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു സംഭവം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് ഓരോ സെക്ഷൻസും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്റർണൽ ഫോഴ്സസ് ആയിട്ടുള്ള ഫോഴ്സുകൾ നമ്മൾ ഇവിടെ വെച്ച് ഇത് ആംഗിൾ 56.3 ഡിഗ്രി ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ സിഗ്മ FY = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ, AY ഉണ്ട്, 6 ഉണ്ട്, ഇതിന്റെ ഒരു കോമ്പണന്റ് ഉണ്ട്, ഇതിന്റെ ഒരു സൈൻ കമ്പോണന്റ് ഉണ്ട്. കോസ് കമ്പോണന്റ് ഇങ്ങോട്ടായിരിക്കും, ഒരു സൈൻ കമ്പോണന്റ് ഉണ്ട്, ബാക്കിയെല്ലാം ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി യൂസ് ചെയ്ത് നമുക്ക് FHC കിട്ടി. FHC എന്ന് പറഞ്ഞാൽ 6 kN ആണ്. അത് പോസിറ്റീവായിട്ട് വന്നുകൊണ്ട് നമുക്ക് ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, അതേപോലെ സിഗ്മ FX 0 കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് FHG കിട്ടുന്നത് മൈനസ് വാല്യൂ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങോട്ടാണ് സബ്സ്യൂം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം 14.32 kN കംപ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ MH നമ്മൾ ഈ MH എടുത്തത് എന്തിനാ, ഈ 2 അൺനോൺ ഫോഴ്സുകൾ നമുക്ക് ഈ മൊമെന്റ് എടുക്കുമ്പോൾ അങ്ങ് പോകും. ഇതെടുക്കുന്നതിനേക്കാളും ഭേദം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റിൽ മൊമെന്റ് എടുത്തത്. നമുക്ക് ഓക്കെ, നമുക്ക് ഇതിപ്പോൾ അൺനോൺ അല്ല, പക്ഷേ ഈ അൺനോൺ പോയിട്ട് ഈ അൺനോൺ മാത്രം കിട്ടണം എന്നുള്ള ഒരു കേസ് വരുമ്പോൾ ഒന്നുകിൽ ഈ പോയിന്റിൽ മൊമെന്റ് എടുക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ മൊമെന്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ അൺനോണുകൾ എല്ലാ അൺനോണും കൂടെ ഒരു അൺനോണെങ്കിലും പോകണം, ആ രീതിക്ക് വേണം മൊമെന്റ് എടുക്കാൻ.
അല്ലെന്നുണ്ടെങ്കിൽ 2 അൺനോണുകൾ വീണ്ടും ഇക്വേഷൻ കിട്ടും, അത് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരു അൺനോൺ പോണ രീതിക്കുള്ള മൊമെന്റുകൾ പോയിന്റ്സ് എടുത്ത് അവിടെ മൊമെന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് FBCയും കിട്ടും. അങ്ങനെ 3 ഫോഴ്സുകളും നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3 ഫോഴ്സുകളെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ സംഭവങ്ങൾ. നമ്മുടെ സ്ട്രെസ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.